അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനി ശ്രീനിവാസൻ, റിയ ഷിബു ഇവരെല്ലാം പ്രധാന കഥാപാത്രത്തിലെത്തുന്ന അതിരടി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഓർത്ത് ഇതിൻ്റെ ട്രെയിലർ ഒന്നും കാണില്ല, കാരണം ഇന്ന് 13-ാം തീയതി തന്നെ ഇതിൻ്റെ പ്രീമിയർ തുടങ്ങുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 തോന്നുന്നു. നാളെ ഒഫീഷ്യലി പടം റിലീസും ആവുന്നുണ്ട്. സോ ഇത്രയും ഒരു ലേറ്റ് ആയപ്പോൾ ഞാൻ ഓർത്തിൻ്റെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആകപ്പാടെ ഇതിൻ്റെ ഉള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രൊമോഷൻ ഈ ടൊവിനോയും ബേസിലുമാണ് കൂടുതലും. ഒട്ടുമിക്ക എല്ലാ ചാനലും തന്നെ ഇവർ ഈ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊരു ടിപ്പിക്കൽ ട്രെയിലറൊന്നും ഇല്ലാത്തൊരു പുതിയ സ്ട്രാറ്റജി വല്ലതുമാണ് ഇവർ തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു. പക്ഷേ ഏതായാലും പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് വെളുപ്പിനെ 12 മണിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഒക്കെ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല, രാത്രി 12 മണിക്കൊക്കെ. ഏതായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. രണ്ടു വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോൺ ബസ് ഞാൻ ഏറ്റെടുത്ത് നടത്തിയ എന്റെ കേപ്പബിലിറ്റി എടുത്ത് മനസ്സിലാക്കി. മുടങ്ങി കിടക്കുന്ന ബസ് എടുത്ത നീ ജഗന്നാഥ് നമ്മുടെ മറ്റേ പുള്ളിയല്ലേ അത്, ശാന്തവിള ദിനേശൻ. തോട്ടെറിഞ്ഞ് നടന്നോണ്ടിരുന്നവരിപ്പൊ നരല്ലേ വേലായുധനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴി പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ അനിയ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. കുണ്ടിപ്പിച്ച് കളിക്കേണ്ട ആളാണോ വില്ലനാണോ അവൻ? ഇതിനകത്ത് ശ്രീനിവാസൻ എവിടെ? സോറി, വിനി ശ്രീനിവാസൻ എവിടെയാണ്? ടൊവിനോ ബേസിൽ ഓപ്പോസായിട്ട് രണ്ടുപേരും പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കൃത്യം 8 മണിക്ക് സാക്ഷാൽ തോറാണെന്ന് പറഞ്ഞത്. വെച്ച് ഒരു അത്യുഗ്രൻ ഗാനമേള. എന്നാലും ആരുടെ ഈ സാക്ഷാൽ തോറ്? ഇതിനകത്ത് വിനി ശ്രീനിവാസൻ ഇല്ലേ? ഓ, അതെനിക്ക് തോന്നിയാണോ? അതായത് ഇതിൻ്റെ പ്രോമോയിൽ വിനി ശ്രീനിവാസനെ കാണിച്ചു. ഇനി സാക്ഷാൽ തോർന്ന് പറഞ്ഞ പോലെ ക്യാരക്ടറാണോ ഇനി വിനി ശ്രീനിവാസൻ എന്നറിയില്ല. അത് പുള്ളിയുടെ ഒന്നും പറഞ്ഞില്ല. ആക്ച്വലി എൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, കുറച്ചാണ് മുമ്പ് ഈ അതിരടി പ്രൊമോ ഇറങ്ങിയത്. അതിനകത്ത് പക്ഷേ വിനി ശ്രീനിവാസൻ ഉണ്ടോ? ഞാനോർത്ത് ഇനി വിനി ശ്രീനിവാസൻ ഈ പടത്തിൽ ഉണ്ടോ, ഇനി ഇല്ലേ, ഉണ്ടോ അറിയില്ലല്ലോ. ഇതിനകത്ത് ഇവർ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടുമില്ല വിനി ശ്രീനിവാസൻ്റെ കാര്യങ്ങളൊന്നും. മേ ബി ഇനിയും അവസാനം പറഞ്ഞാൽ സാക്ഷാൽ തോറോ അതായിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം, ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ബേസിലിൻ്റെയും ടൊവിനോയുടെയും കോമ്പിനേഷൻ നൈസാണ്. കാരണം അവർ റിയൽ ലൈഫിലാണല്ലോ അത്യാവശ്യം നൈസാണ്. അവർക്ക് തമ്മിലൊരു വൈബുണ്ട്. ആ സാധനം ഇവിടെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവർ രണ്ടും ഒപ്പോസിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രണ്ടുപേർ അടിയും പരിപാടിയൊക്കെയാണെന്ന് തോന്നി. ഞാൻ ഓർത്ത് ചിലപ്പോൾ ടൊവിനോ വല്ല പ്രൊഫസറായിട്ട് വല്ല ഒന്ന് ആദ്യമൊക്കെ പറഞ്ഞു. ഇതിനകത്ത് പ്രൊഫസറാണെന്ന് തോന്നുന്നു, വേറെ എന്തോ പരിപാടിയൊന്നും കറക്റ്റ് അറിയില്ല. കൊള്ളാം, ട്രെയിലർ ആയാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. സോ ഏതായാലും പടം ഇന്ന് പ്രീമിയർ തുടങ്ങും, നാളെ ഏതായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ സെറ്റപ്പാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ പടത്തിൻ്റെ ട്രെയിലർ ഉണ്ട്, നിങ്ങൾക്ക് എന്താണെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ട്രെയിലറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്. എന്നാലും വിനി ശ്രീനിവാസൻ എവിടെ? അത് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്ത് ഇല്ലേ? ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.